Hello everyone, welcome to LK Group of Educational Services. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം നമ്മൾ വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമ്മളൊരു ഇൻട്രൊഡക്ടറി വീഡിയോ, അതായത് ഏൻഷ്യൻ സിവിലൈസേഷനെ കുറിച്ചൊരു ഇൻട്രൊഡക്ടറി വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിൽ തന്നെ ഏൻഷ്യൻ സിവിലൈസേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സിവിലൈസേഷൻ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഓൾറെഡി പേര് കേട്ടിട്ടുണ്ട്, ആ സിവിലൈസേഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് പോകാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിവിലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വാസ്റ്റ് ടോപ്പിക്. നമുക്കതൊരു വീഡിയോയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത് കുറേ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ 2 ക്ലിപ്സ് ആയിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 2 ക്ലിപ്സോടുകൂടി നമുക്ക് ഹോൾ കണ്ടന്റ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തോ അതൊക്കെ നമ്മൾക്ക് ഈ 2 വീഡിയോയിൽ കംപ്ലീറ്റ്ലി സബ്സ്റ്റാൻഷ്യലി ആഡ് ചെയ്തിട്ട് പഠിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലെ ഏൻഷ്യൻ സിവിലൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ കളിച്ചിരിക്കുന്ന ഒരു സിവിലൈസേഷനാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. നമുക്കറിയാം മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എവിടെയായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറിയിൽ വരുമ്പോൾ, ഇൻഡസ് വാലി വരുമ്പോൾ അല്ലെങ്കിൽ ചൈന വരുമ്പോൾ ഈ കണക്റ്റഡ് വേവ്സിലൊക്കെ എങ്ങനെയാണ് മെസപ്പൊട്ടോമിയൻ, അതായത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഇന്ത്യ കണക്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ജസ്റ്റ് ബിക്കോസ് ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു മിഡിൽ ഈസ്റ്റ് ഭാഗത്തായിരുന്നു എങ്കിൽ പോലും ഇന്ത്യയിലേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുറേ ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടേഴ്സ് അതിലുണ്ട്. നമുക്കറിയാം നമ്മുടെ ആർക്കിയോളജിസ്റ്റുകൾ പലരും ഇപ്പോഴും പല സിവിലൈസേഷൻ തമ്മിൽ എങ്ങനെയാണ് സിമിലാരിറ്റി, എങ്ങനെയാണ് ഇത്ര ഫാർ ആയിട്ടുള്ള ഒരു സിവിലൈസേഷന് നമ്മുടെ സിവിലൈസേഷനായിട്ട് ഇത്ര റിലേറ്റിവിറ്റി ഉണ്ടാവാൻ പറ്റുന്നത് എന്നൊക്കെ അവർ പലരും അത് അന്വേഷിക്കുന്നുണ്ട്. അത് നമ്മൾ ലെറ്റ് ദ ടൈം സ്പീക്ക് ദ ട്രൂത്ത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇനിയും കണ്ടെത്താൻ കുറേ കാര്യങ്ങളുണ്ട് ടു നോ അബൌട്ട് അവർ പാസ്റ്റ്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. Introduction. Mesopotamian civilization were structured on the bank of 2 popular rivers of that era, namely the Tigris and Euphrates River. These rivers are now known as Iraq and Kuwait. Euphrates and Tigris. Tigris, Euphrates അല്ലെങ്കിൽ യൂഫ്രേറ്റ്സ് എന്നൊക്കെ പല പ്രൊനൗൺസിയേഷൻ ഉണ്ട്. അത് അറബിക് നെയിം ആയതുകൊണ്ട് ഇറ്റ്സ് ഓൾ discretionary to us how we want to pronounce it. ഇപ്പോൾ നമ്മൾ അതായത് നമ്മുടെ ഏർലി പീരിയഡിൽ ഉണ്ടായിരുന്ന മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാഖ്, കുവൈറ്റ്. നമുക്കറിയാം 2 എനിമി കൺട്രീസ് ആണ്, പക്ഷെ 2 സ്ട്രോങ് കൺട്രീസ് ആണ്. കുവൈറ്റ് എത്ര സ്ട്രോങ് ആണെന്നും ഇറാഖ് എത്ര സ്ട്രോങ് ആണെന്നും നമുക്കറിയാം. ഇൻ സച്ച് സിറ്റുവേഷൻ ഇപ്പോൾ കറണ്ട് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ബൗണ്ടറി എന്ന് പറയുന്ന കറണ്ട് കൺട്രീസ് എന്ന് പറയുന്നത് ഇറാഖും കുവൈറ്റുമാണ്. Mesopotamian civilization were structured on the banks of ഏത് 2 rivers ആണ്? അത് ടൈഗ്രസ് ഓർ യൂഫ്രട്ടസ് ഓർ ടിഗ്രസ് ഓർ യൂഫ്രേറ്റസ് എന്ന് പറയുന്ന 2 നദികളാണ്. ഈ 2 നദികൾ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ 2 നദികളെ കുറിച്ച് നമ്മൾക്ക് കണക്ട് ചെയ്യുമ്പോൾ അറിയപ്പെടുന്ന 2 രാജ്യങ്ങളാണ് ഇറാഖ് ആൻഡ് കുവൈറ്റ്. The early Mesopotamian civilization started to form during the time of the Neolithic Revolution, which happened in the 12,000 BCE. അപ്പോൾ നമുക്കറിയാം നിയോലിത്തിക്, പാലിയോലിത്തിക്, നമുക്കറിയാം ഇങ്ങനെ ഓരോ ഇതുകൾ, അതായത് ഓരോ സിസ്റ്റം ഓഫ്, അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിനെ എടുക്കുമ്പോൾ അവരുടെ പീരീഡ് ഓഫ് എറ നമുക്ക് പല ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിയോലിത്തിക് റെവല്യൂഷൻ്റെ ടൈമിലാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന് തുടക്കം എന്നാണ് നമ്മുടെ ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അതായത് ഇറ്റ് ഹാപ്പൻ ഡ്യൂറിങ് 12,000 BCE. Popular and major Mesopotamian civilization consist of the Sumerian, Assyrian, Akkadian and Babylonian civilization. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സിവിലൈസേഷനെ കൂടി പറയണം. കാരണം മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഇസ് നത്തിങ് ഇഫ് യു ഡോണ്ട് ടോക്ക് അബൌട്ട് ഓൾ ദ സിവിലൈസേഷൻ. ബിക്കോസ് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് പോപ്പുലർലി കൺസിസ്റ്റ് ഓഫ്, വേറെ സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ പോപ്പുലർലി മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അണ്ടറിൽ അറിയപ്പെടുന്ന സിവിലൈസേഷൻസ് ഏതൊക്കെയാണ്? ഇറ്റ്സ് സുമേരിയൻ, അസാരിയൻ, അക്കാഡിയൻ ആൻഡ് ബാബിലോണിയൻ സിവിലൈസേഷൻ. ഇത്ര സിവിലൈസേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ. It was evident during that time that the use of technology, literature, legal, philosophy, codes and architecture was used extensively in the society. Is it imaginable and comparable with our society എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇപ്പോഴുള്ള ഡെവലപ്മെൻറ്റ്, ഇപ്പോഴുള്ള എക്വിപ്മെൻറ്റ്സ്, ഇപ്പോഴുള്ള ടെക്നോളജി അല്ല പണ്ട് കാലത്ത്. പക്ഷെ എന്നിട്ട് പോലും ആ കാലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സിവിലൈസേഷൻസിലൊക്കെ എന്ത് നമുക്ക് കണ്ടെത്താൻ സാഹചര്യം ഉണ്ടായിരുന്നു? നമുക്ക്
പലതരത്തിലും ഇപ്പോൾ നമ്മുടെ കറൻറ്റ് സിനാരിയോ അല്ലെങ്കിൽ കറൻറ്റ് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഏൻഷ്യൻ സിവിലൈസേഷനിൽ കണ്ടുകെട്ടിരുന്നു. അതെന്തൊക്കെയായിരുന്നു? നമ്മളിപ്പോൾ ലീഗൽ ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും കോഡ്സ് ആണെങ്കിലും ആർക്കിടെക്ചേഴ്സ് ആണെങ്കിലും നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത എക്സ്ട്രീം ടെക്നോളജീസ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിവിലൈസേഷൻസ് ആർ വെൽ നോൺ ബിറ്റ്വീൻ ആർ ഹിസ്റ്റോറിക്കൽ ബുക്സ്. What is Mesopotamian civilization? That is the first question we should understand. എന്താണ് ഈ Mesopotamian civilization? What consists in it? Mesopotamian, which is now modern day Iraq and Kuwait, are particularly referred to as origin of the civilization. This is the evidence that at that time the most influential city, states and empires first emerged during this period. അപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ ഏൻഷ്യൻ സിവിലൈസേഷൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം പറയുന്ന പേര് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇറ്റ് ഈസ് റെഫേർഡ് ആസ് ദ ഒറിജിൻ ഓഫ് സിവിലൈസേഷൻ. സിവിലൈസേഷൻ്റെ തുടക്കകാലങ്ങളിൽ ഒറിജിൻ ഓഫ് സിവിലൈസേഷൻ എന്നറിയപ്പെടുന്ന മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനാണ്. ബാക്കിയെല്ലാം വാസ് ലൈക്ക് എ ഡിസൈപ്പിൾ, ഇറ്റ് ജസ്റ്റ് ഫോളോഡ് വിത്ത് ഇറ്റ്. പക്ഷേ തുടക്കകാലങ്ങളിൽ അത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആയിരുന്നു. വി നോ വേർ ഇറ്റ് ഈസ് നൗ. ഇറ്റ് ഈസ് ഇൻ ദ ബൗണ്ടറീസ് ഓഫ് ഇറാഖ് ആൻഡ് കുവൈറ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ, അതായത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ കാലഘട്ടത്തിന് ശേഷം പല എംപയേഴ്സും പല സ്റ്റേറ്റും പല രാജ്യങ്ങളും ഫോം ചെയ്യാൻ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ഐഡിയോളജി സ്ട്രാറ്റജീസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മെസപ്പൊട്ടോമിയൻ ലൊക്കേഷൻ ഓർ മെസപ്പൊട്ടോമിയാസ് ലൊക്കേഷൻ. മെസപ്പൊട്ടോമിയൻ എന്ന് പറയുന്ന ഒരു സിവിലൈസേഷൻ്റെ പേരാണ് മെസപ്പൊട്ടോമിയ. അവിടെ താമസിച്ചിരുന്ന ആൾക്കാരും അവരുടെ ആ സിറ്റീനെ മെസപ്പൊട്ടോമിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മെസപ്പൊട്ടോമിയയുടെ ലൊക്കേഷൻ ഏതാണ്? അവിടെ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലൊക്കേഷൻ എന്ന് പറയാൻ പറ്റുന്നത് ഏതാണ്? The modern name for Mesopotamian comes from the Greek word meaning middle for Mesos and river for Potamus, and thus it means this is literally a country which is between two rivers. അപ്പോൾ മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്? ഗ്രീക്കിൽ നിന്നാണ്. അതിൽ മെസോ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡിൽ. അതേപോലെ തന്നെ പൊറ്റാമസ് എന്ന് പറഞ്ഞ റിവർ. സോ മിഡിൽ ഓഫ് ടു റിവേഴ്സ്, രണ്ട് നദികളുടെ നടുക്കായിരുന്നു മെസപ്പൊട്ടോമിയ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് ഏത് രണ്ട് നദികളാണെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ടു. അപ്പോൾ മെസപ്പൊട്ടോമിയയുടെ അർത്ഥം തന്നെ കൺട്രി വിച്ച് ഇസ് ബിറ്റ്വീൻ ടു റിവേഴ്സ് എന്നാണ്. These two rivers surrounding the civilization are the Tigris and Euphrates. Thus, the Mesopotamian location is between two rivers, Tigris and Euphrates. ഈ രണ്ട് പേരുകൾ നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട രണ്ട് പേരുകളാണ്. Mesopotamia was one of the first place to develop the practice of agriculture, while it also served as a crossroad for the Egyptian and the Indus Valley civilizations during that time period. അപ്പോൾ മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന സിവിലൈസേഷൻ ആയിരുന്നു തുടക്കകാലങ്ങളിൽ അഗ്രികൾച്ചറിന് തുടക്കമിട്ട ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയ സിവിലൈസേഷനാണ്. അതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ തൊട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഒരു ക്രോസ് റോഡ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് മെസപ്പൊട്ടോമിയ സിവിലൈസേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ തുടക്കകാലങ്ങളിൽ അഗ്രികൾച്ചർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ ഓർത്ത് വെക്കണം. This made civilization a hot spot of language and culture. All this led to the growth of writing, technology, language, trade, religion and practice of law. സിവിലൈസേഷനിൽ തന്നെ ഹോട്ട് ഷോട്ട് ഏറ്റവും എല്ലാവരും നോക്കിക്കണ്ടിരുന്നത് അല്ലെങ്കിൽ എല്ലാ സിവിലൈസേഷനും റെഫറൻസ് എടുത്തിരുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന സിവിലൈസേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഈ സിവിലൈസേഷന് അറ്റ്മോസ്റ്റ് ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. Mesopotamia civilization is also engaged with ancient cultures like the Sumerians, Akkadian, Babylonians and Assyrians. We are going to talk about these cultures briefly in this section. So, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച്. എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന സിവിലൈസേഷൻസ്? എങ്ങനെയാണ് ഈ സിവിലൈസേഷൻ നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനായിട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ്. Mesopotamian civilization is regarded as the most ancient civilization which recorded a human history today. The Mesopotamian cities started to form and develop during the time of 5000 BCE. This happened initially in the southern part. This name Mesopotamia is derived from the Greek word which is known as Mesos, which means middle, and the Potamus, which means a river, land between two rivers. സോ ഇത്രയാണ് നമ്മൾ ബ്രീഫ് അപ്പ് ചെയ്ത ഇന്നത്തെ ക്ലാസ്സിൽ. എന്താണ് മെസപ്പൊട്ടോമിയ? എവിടെ നിന്നാണ് പേര് വന്നത്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി എവിടെയാണ്? കുവൈറ്റ് ഇറാഖ് ബൗണ്ടറിയിലാണെന്ന് അറിയാം. നമുക്ക് ടു റിവേഴ്സിൻ്റെ മിഡിലായിരുന്നു ഈ സിവിലൈസേഷൻ സെറ്റിൽ ചെയ്തിരുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് സറൗണ്ടഡ് വിത്ത് ടു റിവേഴ്സ് വിച്ച് ഗിവ്സ് ഓൾ ദി കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു ദറ്റ് ഗ്രോത്ത് ഓഫ് ദറ്റ് സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ ഈ സിവിലൈസേഷൻ എന്ന് പറയുന്ന എല്ലാ മേഖലകളിലും ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ്
ഓഫ് സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നതും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണ്. ഇനി നമുക്ക് കുറച്ച് ഫാക്ട്സ് അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാതെ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചില ഇമീഡിയറ്റ് ഫാക്ട്സ് നമുക്ക് ഓരോ ടോപ്പിക്സിനെ കുറിച്ചുണ്ടാവും. അതിലെ കുറച്ച് ഇമീഡിയറ്റ് ഫാക്ട്സ് നമുക്ക് നോക്കാം. The Sumerian civilization was the first among other urban civilization in ancient Mesopotamia. This civilization began in the foothill of the Taurus and in the Zagros mountain. But in 9000 BCE, the people began to shift towards the southern region of Mesopotamia. സുമേറിയൻ സിവിലൈസേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് സിവിലൈസേഷൻ ആണ് സുമേറിയൻ സിവിലൈസേഷൻ. ഇതിൽ ഈ സുമേറിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് അർബൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നത് സുമേറിയൻ സിവിലൈസേഷൻ ആണ്. ഈ സുമേറിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ടോറസ് ആൻഡ് സാഗ്രോസ് എന്ന് പറഞ്ഞ 2 മൗണ്ടൻസിന്റെ ഫുട് ഹില്ലിൽ സെറ്റിൽ ചെയ്തിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു സുമേറിയൻ സിവിലൈസേഷൻ. ഇത് എപ്പോഴാണ് 9000 BCയിൽ എന്ത് പറ്റി? ആൾക്കാർ എന്ത് ചെയ്തു? ആൾക്കാർ സദേൺ റീജിയനിലേക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം മൗണ്ടൻ്റെ ഫുട് ഹിൽസ് ആണെങ്കിൽ പോലും പല കാര്യങ്ങളിലേക്ക് അവർക്ക് സോഴ്സസ് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് തന്നെ പിന്നീട് ആ സെറ്റിൽമെന്റ് നമുക്ക് സദേൺ റീജിയൻ ഓഫ് മെസപ്പൊട്ടോമിയയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് വന്നതായിട്ട് നമുക്ക് കാണാം. Copper was the first metal that was found and extracted from its ore, and this extraction was done around 5000 BC. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 മൗണ്ടൻസിൻ്റെ ഇടയിലായിരുന്നു സുമേറിയൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തത് ഏതായിരുന്നു? അവരുടെ ഓറിൽ നിന്ന് ആദ്യത്തെ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തത് കോപ്പർ ആയിരുന്നു. നമുക്കറിയാം തുടക്കത്തിലുള്ള മെറ്റൽസിൽ എപ്പോഴും ഫസ്റ്റ് റോൾ കളിക്കുന്ന കോപ്പർ ആയിരിക്കും. അപ്പോൾ കോപ്പർ ആയിരുന്നു ഫസ്റ്റ് മെറ്റൽ അതിൻ്റെ ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തത്. ഇത് ഏതൊരു ടൈമിലായിരുന്നു ഈ എക്സ്ട്രാക്ഷൻ നടന്നത് എന്ന് പറയുന്നത്? 5000 BC. In around the 25th century BC, the Sumerian king of Lagash, named Anantum, began the military campaign which aimed at annexing all the Sumerian cities and thereby bringing them under his own rule. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന സുമേറിയൻ കിങ് എന്ത് ചെയ്തു? ആനാറ്റം എന്നും പറയും. ആ സമയത്തുണ്ടായിരുന്ന സുമേറിയൻ കിങ് എന്ത് ചെയ്തു? അതായത് സുമേറിയൻ സിവിലൈസേഷൻ എവിടെയൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ടോ ആ എല്ലാ സെറ്റിൽമെന്റിനും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ആളുടെ റൂളിംഗ് സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ സുമേറിയൻ സിവിലൈസേഷൻ കുറച്ചുകൂടെ വലുതാവാൻ തുടങ്ങി. കാരണം മുന്നത് ചെറിയ ചെറിയ ബ്രാഞ്ച് ഓഫ് സെറ്റിൽമെന്റ്സ് ആയിരുന്നു. പക്ഷേ സുമേറിയൻ കിങ് ഓഫ് ലഗാഷ് ആയിരുന്നു ഈ ഒരു സെറ്റിൽമെന്റ് ഇത്ര വലുതാക്കാൻ കാരണം ആളിത് എല്ലാത്തിനും കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു വലിയൊരു ഒരു സിവിലൈസേഷൻ തന്നെ ഈ സുമേറിയൻ കിങ് ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ചുള്ള ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന് ഇനി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ട്സും അതിലുള്ള ബാക്കി സിവിലൈസേഷനെയും കുറിച്ച് പഠിക്കാം. സോ അൺടിൽ ദെൻ, പ്രിപ്പയർ വെൽ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.